കേട്ടാ ഇതുപോലത്തെ ഓജസ്സും തേജസ്സുള്ള ഞാവൽപ്പഴം നിനക്ക് വാങ്ങിച്ചു തരാന്നാണ് പറഞ്ഞത്. ഇത് വാങ്ങിച്ചു കൊണ്ടിട്ട് ഒരു കാര്യം കൂടി പറയാം. ജഗ്ഗു എനിക്ക് ഫോൺ വിളിച്ചു, അമ്മ അച്ഛൻ ഞാവൽപ്പഴം വാങ്ങിച്ചു കൊണ്ടിട്ട് എന്തൊരു ടേസ്റ്റ് അതുകൊണ്ട് ദേ ഇരുന്ന് തിന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്തിട്ടാ വേണ്ട, നിങ്ങൾ എന്നെ പറ. പനീർ ബട്ടർ മസാല നമ്മൾ ഉണ്ടാക്കാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇടണം കേട്ടോ. ഇതിങ്ങനെ പൊള്ളക്കി കണ്ടാ ഓ നമ്മൾ തുറന്നു കേട്ടാ. അടിപൊളി സാധനം. അതെ, പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചില കാര്യങ്ങളെ നമുക്ക് ചിലപ്പോൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാവും നടപ്പിലാവുക, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നടപ്പിലാവും. അപ്പോൾ ഒരു കാര്യം ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്, സരിത എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ഇപ്പോഴാണ് നടപ്പിലായത്. അതാണ് ഈ സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് പിടിച്ചേ, ഇത് കണ്ടിട്ടില്ലേ? ഇതാണ് നമ്മൾ വഴിവെക്കൽ വിൽക്കാൻ വയ്ക്കുന്ന ഈ മറ്റേ ഞാവൽപ്പഴം. ഈ ഞാവൽപ്പഴം ഞാൻ എപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ വഴി വെക്കില് കണ്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് വാങ്ങിച്ചരോ ചോദിക്കാറുണ്ട്. വാങ്ങിച്ചു തരാറില്ല. ഇത്ര ഭംഗിയുള്ള ഞാവൽ, ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഞാവൽപ്പഴം കേട്ടോ. ഞാൻ ഞാവൽപ്പഴം റോട്ടിയോടെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് വാങ്ങിക്കാത്തതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഞാവൽപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ മോളിൽ നിന്ന് വീണിട്ട് നിലത്ത് വീണിട്ട് ഇതിങ്ങനെയുണ്ട്. നമ്മൾ ഒരിക്കലും അല്ല, ഞാൻ കണ്ടിട്ട് അതിന്റെ സൈഡിലേ അതൊക്കെ വീണിട്ട് ഇല്ലല്ലോ, നല്ല ഒരു കേടുപാട് പോലും ഇല്ലാണ്ട് നല്ലതായിട്ട് നമ്മളാകെ ആകെ മണ്ണില് വീണിട്ട് നമ്മൾക്ക് വാങ്ങിക്കാനും തോന്നില്ല, കഴിക്കാനും തോന്നില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. വീണിട്ട് ഈ കല്ലും മണ്ണും കട്ടയും ഒക്കെ കൂടി. ഇപ്പൊ ഞാൻ കണ്ടപ്പോണ്ട കേട്ടാ ഇതുപോലത്തെ ഓജസ്സും തേജസ്സുള്ള ഞാവൽപ്പഴം നിനക്ക് വാങ്ങിച്ചു തരാന്നാണ് പറഞ്ഞത്. ശരി, ആ മ്യൂബൽ ഫർണിച്ചറിന്റെ വീഡിയോ ചെയ്യാനായിട്ട് മാളയിലേക്ക് പോയപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഒരാൾ വിൽക്കാതിരിക്കണത് ഇതുപോലത്തേതല്ലേ? നിങ്ങളൊന്ന് ഞാൻ പറയണത് വിശ്വസിക്കട്ടാ. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയുള്ളതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വഴിവെക്കിൽ ആൾക്കാർ വിൽക്കാതിരിക്കണത്. ഏതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് നിറച്ച മണ്ണായിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെയുള്ളത് വിൽക്കാൻ വെക്കൂ? ഇല്ലല്ലോ. ഇങ്ങനെ തന്നെ ഉണ്ടാവാറ്, വാങ്ങിച്ചു തരാറില്ല. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, സരിത സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാണ് അജുവിന്റെ കാല് പിടിക്കാൻ നിൽക്കണേ, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അവരവർക്ക് വാങ്ങിച്ചു കഴിച്ചുകൂടെയെന്ന്. സത്യമാണ്, അത് ചെയ്യാവുന്നതുള്ളൂ. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഓൺലൈനിലൊക്കെ ഞാൻ ഡ്രസ്സുകൾ എടുക്കും. ചേട്ടനുള്ളത് ജഗ്ഗുവിനുള്ളതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അതിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അനുവാദമൊന്നും ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് പോണത് ഞാൻ ഒറ്റയ്ക്ക് വല്ല വിരലുണ്ടാവുന്ന പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയിണ്ടാവുള്ളൂ എങ്ങടെങ്കിലും. അതും നമ്മൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് ഇവിടുന്ന് വിളിച്ചിട്ട് പരിചയമുള്ള ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ ഇവിടുന്ന് പോവാ. പറയണം, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം. പോയിട്ട് നമുക്ക് എവിടേക്കാണോ പോണ്ടേ കറക്റ്റ് ആ സ്പോട്ടിൽ ഇറങ്ങുന്നു, കാര്യം കഴിയുന്നു, തിരിച്ച് അതേ ഓട്ടോയിൽ ഓട്ടോ വെയിറ്റ് ചെയ്യണ്ടോ അതിലിങ്ങോട്ട് പോരും. അങ്ങനെ ചെയ്യാറ്. നമ്മളിങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴല്ലേ ഇതുപോലത്തെ കാണുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എങ്ങാനും വല്ല കാര്യത്തിന് പോവുകയാണെങ്കിൽ ഇത് കണ്ടാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. അപ്പം എനിക്ക് കുഴപ്പമില്ല. നമ്മളെപ്പോഴാണ് കാണാറ്? ചേട്ടൻ കൂടിയുള്ളപ്പോഴാണ്. അപ്പം എനിക്ക് ചേട്ടനോട് ചോദിക്കാണ്ട് പോയിട്ട് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കാൻ എന്തുകൊണ്ടോ എനിക്ക് സാധിക്കില്ല. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും. ചേട്ടൻ്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമാണ്, ഞാൻ വാങ്ങിക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിക്കാൻ എന്നെ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ അത് വാങ്ങിച്ചു തരൂ, ചേട്ടാ വാങ്ങിച്ചു തരൂ, അങ്ങനെ ചോദിക്കുക. അപ്പൊ ഇതിപ്പോ ഞാൻ വിചാരിച്ചു പറഞ്ഞറിയോ, ഇത് വാങ്ങിച്ചു കൊണ്ടിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഇൻട്രോയില് നിങ്ങളെ പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ് നിൽക്കേണ്ടാവുക. ചേട്ടൻ എന്തൊക്കെയാണ് പറയാൻ പോണെന്ന് എനിക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല. ആ സമയത്ത് എൻ്റെ വായിൽ വരുന്നതായിരിക്കട്ടെ ഞാൻ പറയാം. അതെ, ഇത് ഏറ്റവും തമാശ ഇത് വാങ്ങിച്ചു കൊണ്ടിട്ടേ ഇവളാകെ പാടി 2-3 തിന്നിട്ടുള്ളൂ. ഇത് മുഴുവൻ ഞാനാണ് തിന്നത്. ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം. ഇത് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിൽ സ്കൂളിൻ്റെ കൊടിമരത്തിൻ്റെ അവിടെ വലിയൊരു ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. ഞാവലിൻ്റെ മരം. അതുമൊന്നും ഇങ്ങനെ കൊഴിയും. കയറാനായിട്ട് മാഷുമാരും ടീച്ചർമാരും സമ്മതിക്കില്ല. കയറി കഴിഞ്ഞാൽ അപ്പം ചൂലുകൊണ്ട് അടി കിട്ടും മേരി ടീച്ചറുടെ ഇന്ന്. അപ്പം എന്നിട്ട് ഇതൊക്കെ നിലത്ത് വീഴുമ്പോൾ എങ്ങനെയുണ്ട്, ഇത് അപ്പം ഒറ്റ വീഴ്ചയിൽ തന്നെ മണ്ണ് മയായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതോ. ഞാനിത് ഇത്ര ഈ വിൽക്കണവരെ കയ്യിലും ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അടുത്തുണ്ടായിരുന്നു റോട്ടിൽ കേട്ട്, അതായത് തങ്കമണി കയറില്ലേ, ആ കയറ്റം ഇങ്ങനെ ആ വളവോട് കൂടിയുള്ള കയറ്റില്ലേ, ആ മേഘന ഫ്ലാറ്റൊക്കെ ഉള്ള, അപ്പുറത്തെ ആ അവരുടെ വീട്ടില്
ഒരു മരം ഉണ്ടായിരുന്നു, ഞാവൽ മരം. അതും ഓലക്കുടില് ഒരു ഓലക്കുടില് ടി വി ആയിട്ടുള്ള വീട് അങ്ങനെ പറഞ്ഞ വേഗം അറിയും. പണ്ട് നമ്മൾക്ക് വീടുകളിലൊന്നും ടി വി ഇല്ലല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ ടി വിയുടെ ആൻറ്റിന കണ്ടിട്ടാണ് ആ വീട്ടിൽ ടി വി ഉണ്ടെന്ന് നമ്മളറിയാം. അപ്പം ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആൻറ്റിനുള്ള വീട് എണ്ണലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ആ വീട്ടിൽ ടി വി ഉണ്ട്, അവർ കാശുകാരാ, അവർ പണക്കാരാന്നൊക്കെ പറയും. ഈ ഒരു അത്ഭുതമുള്ള സംഭവം എൻ്റെ വീടിൻ്റെ അവിടെ ഓലപ്പെരയാണ് അവരെ, ഓല മേഞ്ഞിട്ട് അങ്ങനെ ഒരു കുടില് പോലത്തെ അവരുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ആ ഓലപ്പെരയുടെ മുകളിൽ ഈ ആൻറ്റിന നിൽക്കുന്നത് വലിയൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലേ. അപ്പം ആ വീട്ടിൽ ഞാവൽ മരം ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ചാഞ്ഞിട്ട് റോട്ടിൽ ഇങ്ങനെ വീഴും. അപ്പോൾ ഒരിക്കലും ഒരെണ്ണം ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് തിന്നാൻ കിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറക്കാൻ ഓടും ഇതിൻ്റെ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വീണ ഭാഗം ഫുള്ള് ചതഞ്ഞുണ്ടാവും, നിറയെ മണ്ണായിരിക്കും, ഈ ഒരു ഭാഗം തിന്നാൻ കിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു പണ്ട്. എൻ്റെ ധാരണ ഞാൻ ശ്രദ്ധിക്കാറില്ല, ഞാവൽപ്പഴത്തിന് ഞാൻ അത്ര നോക്കാറില്ല. ഞാനത് ഇത് വാങ്ങിച്ചോണമെന്നല്ല, ഞാൻ ഷോപ്പിലായിരുന്ന സമയത്ത് വാങ്ങിച്ചോണന്നു. ജഗ്ഗു എനിക്ക് ഫോൺ വിളിച്ചു, അമ്മ അച്ഛൻ ഞാവൽപ്പഴം വാങ്ങിച്ചോന്നിട്ട് എന്തൊരു ടേസ്റ്റ് പറഞ്ഞിട്ട് ദേ ഇരുന്ന് തിന്നുണ്ടെന്ന്. അപ്പം ഞാൻ എന്തിട്ടാ വേണ്ട, നിങ്ങൾ എന്നെ പറ, ഇത്ര കൊല്ലായിട്ട് വാങ്ങിച്ചു വെച്ച് വാങ്ങിച്ചു തരാത്ത സാധനം ഞാൻ ഇല്ലാത്ത. ഞാൻ കണ്ടിട്ടുള്ളത് ഞാവൽപ്പഴം പിന്നെ പൊടിയാണ്ട് നമ്മൾ മറ്റേ മലപ്പുറം തിരൂര് വശത്തേക്ക് കടലിലേക്ക് പോകുമ്പോഴേ, സ്വർണ്ണ കടലിലേക്ക് പണ്ട് കാലത്ത് പോകുമ്പോൾ ആ ഹൈവേയിൽ നമ്മുടെ ഈ എടപ്പാൾ റോഡില്ലേ, മറ്റേ ഈ കുറ്റിപ്പുറ റോഡ്, ആ ഇവിടേക്ക് മറ്റേ ഇങ്ങനെ വളവുകളുണ്ട്. ആ ഈ വളാഞ്ചേരിയൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ റോഡിൽ ഞാവൽപ്പഴങ്ങൾ ഇങ്ങനെ നിൽക്കും. ഇപ്പോഴല്ല, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 2000-ലൊക്കെ. അപ്പോൾ അവിടെ ഈ ഞാവൽപ്പഴം ഈ മുകളിൽ അവിടെയുള്ള നാട്ടുകാരെന്നുണ്ട് വലിയ മുണ്ടില്ലേ, മുണ്ട് സാരിക്കില്ലേ, അതിങ്ങനെ ഈ മരത്തിൻ്റെ കടയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കും. എന്നിട്ട് മുകളിൽ കയറിയിട്ട് അവർ കുലുക്കും, ഈ സാധനം ഇതിലേക്ക് വീഴും. അപ്പോഴും വീഴുമ്പോഴും ഇതിന് ചതവ് പറ്റും, ആ തുണിയിലേക്ക് വീഴുമ്പോൾ ചതവ് പറ്റും. മണ്ണിൽ വീഴാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഞാവൽപ്പഴമൊക്കെ ഇങ്ങനെ ഈ നിലത്ത് വീണ്ടും പറക്കി കൊണ്ടിരുന്നതാണ് എൻ്റെ ധാരണ. അപ്പം എൻ്റെ ധാരണനെ പൊളിച്ച് ഇടയ്ക്ക് തരുത സാറല്ലേ പോട്ടേനെ. ഇതെനിക്ക് ഞാൻ കണ്ടപ്പോൾ, ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കണ്ടപ്പോൾ എനിക്ക് എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല നീറ്റില്ല ഉണ്ണി, നമ്മൾ അവിടെ കണ്ടത് നല്ല ഭംഗിയിലല്ല ഇരിക്കണ്ടായിരുന്നേ. അതിൻ്റെ അപ്പുറത്ത് ഒരു ചേച്ചി കടച്ചക്ക വിൽക്കാതിരിക്കുന്നുണ്ട്. അപ്പം കടച്ചക്കയും വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ. അപ്പം കൂട്ടാക്കില്ല. ഇനി അതൊക്കെ പോട്ടെ, നീ ഈ സാധനം കാര്യം എന്തിട്ട് പറഞ്ഞേ മൈക്കിൽ കേക്കട്ടെ. ഇത് മുന്നേ മേടിക്കേണ്ടതായിരുന്നു. തിന്നപ്പോ പറഞ്ഞു ചേട്ടൻ ഇവനോട്, ഞാൻ അപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അതായത് ഞാൻ വരുന്നത് എപ്പോഴാ, രാത്രി ഷോപ്പിൽ നിന്ന് നേരെ ജിമ്മിന് പോകും. 9 മണി 9:30 ഞാനിവിടെ വിശന്ന് എന്താ പറയാ ചാവാറായിട്ട് ഞാനിവിടേക്ക് എത്താം. അപ്പം എനിക്ക് ഇതൊന്നും ഇരിക്കണ കണ്ടാലൊന്നും എനിക്ക് കഴിക്കാൻ തോന്നില്ല. എനിക്ക് എന്തെങ്കിലും കനത്തിൽ കഴിക്കണ ആ സമയത്ത് ചോറ് അന്നിട്ട് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഞാൻ കഴിക്കും. അപ്പം എന്നോട് പറഞ്ഞു ദേടി ഞാവൽപ്പഴം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോറല്ല വേറെ എന്തിട്ടായിരുന്നു എന്തുണ്ടെങ്കിലും അവിടെ അതെ ഈ സാധനം ഇതും മസാലയും പറഞ്ഞു കൊടുക്കുന്നത് എവിടെ കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ തക്കാളി വേവിക്കാൻ പോകുന്നത് എന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പനീർ ബട്ടർ മസാല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കാറ്റുണ്ട്, എപ്പോഴും മഴ പെയ്യാം, അപ്പോൾ ചിലപ്പോൾ നമുക്ക് എടുത്തു ഓടേണ്ടി വരും. എന്നിട്ട് ആ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ പറയും. ഒരു പാത്രം അടുപ്പത്തേക്ക് നല്ല കാറ്റാ, ഈ അടുപ്പ് പറ്റില്ലെന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കി ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച 3 തക്കാളികൾ ഇതിൽ വേവിക്കാൻ പോകണം കേട്ടോ. 3 തക്കാളികൾ വേവട്ടെന്ന്. നീ പറഞ്ഞു എന്നിട്ടാണ് പനീർ പറയേ. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ വയറ് നിറച്ച് ചോറിൻ്റെ പിന്നെ ഒരു നേന്ത്രപ്പഴമൊക്കെ തിന്നും. എന്നെ കൊണ്ട് അത് സാധിക്കില്ല, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ടേ. അപ്പം ഞാൻ എൻ്റെ കൊതി കൊണ്ട് ഞാൻ കുറച്ചെണ്ണം തിന്നുട്ടാ. ബാക്കിയുള്ളത് ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴേ ഈച്ചറക്കപ്പം അത് കഴുകി ഫ്രിഡ്ജിലാക്കി വെച്ചു. അതെ, ഇത് സാധനല്ലേ മുന്തിരിയില്ലേ, മുന്തിരിയേക്കാളൊക്കെ എത്ര ഉഗ്ര സാധനം. കറയാണ്, വായില് കറ വരും, കളർ വരും, നാവിനൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പൊ എന്തോരം കറയുണ്ട് ഇങ്ങനെ നാവൊക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു ഞാവൽപ്പഴ കഥ. ഇനി ഇതുണ്ടാക്കുന്ന കാര്യം പറയല് വേഗം. ഏതാ? പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ കാരണം ബട്ടൂര നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ജിമ്മിന് ഒരു പയ്യണ്ട, എൻ്റെ പേരെന്തുട്ടാ, അവൻ്റെ പേരെന്തുട്ടാണോ, കുഞ്ഞെന്ന വിളിക്കാവൻ എല്ലാവരും. ഹൈറ്റ് കുറവാ,
ചെറിയ ചെക്കപ്പാവും. അപ്പം ആൾക്ക് തുന്തുരിൻ്റെ പോലെ ഫുഡിൻ്റെ ടേക്ക് അവേ അങ്ങനത്തെ വലിയ സെറ്റപ്പാട്ടാ. അപ്പം അവൻ കൊണ്ടുവന്നെന്താ എനിക്ക് ഓരോ പാക്കറ്റ് ഇതുണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഓരോ പാക്കറ്റിൽ 2 പാക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് നമ്മൾ മുന്നേ കഴിച്ചു. അപ്പോൾ അതോ ഉണ്ടാക്കുന്ന കാരണം അതിന് കൂട്ടാൻ വേണമല്ലോ. അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം. ഇനി എല്ലാവരും തീരുന്നു ഭയങ്കര കറിയാട്ടാ. ഓ ബുദ്ധിമാൻ. പക്ഷേ ഇല്ല അറിയും മതി, ആളുകളെ കൊതിപ്പിക്കണ്ട. ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട് കേട്ടോ. നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് വരുന്ന സാധനമാണ് ഇത് ഒക്കെ. ചെമ്പകപ്പൂവും ഞാവൽപ്പഴമൊക്കെ ചെറുപ്പത്തിൽ പറക്കാൻ ഓടി ഓടന്തും. അതുപോലെ ഒരു സംഭവമാണ് മുല്ലപ്പൂവ്. ഏപ്രിൽ മാസത്തിലാണ് മുല്ലപ്പൂ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞു. എന്തൊക്കെയോ തലേന്ന് പോയ പോലെ എൻ്റെ അതിനിടയ്ക്ക് എൻ്റെ തലയിൽ ഒന്നുമില്ലാത്ത കാരണമാണ് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ പൊങ്ങിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഭയങ്കരമായി കഴിവാണ് ആളുകൾ. ചേട്ടനെ കുറിച്ച് മനസ്സിലായി തുടങ്ങിയില്ലേ? അല്ല, അപ്പം അതിനൊരാൾ മറുപടി ഇട്ടുണ്ട് കേട്ടോ. ബെസ്റ്റ് മറുപടിയാണ്. അതായത് തലക്കനം എനിക്ക് തീരില്ല, അതുകൊണ്ടാണ് പൊങ്ങിയെടുക്കണത്. എനിക്കും തലക്കനില്ലല്ലോ, പക്ഷെ ഞാൻ വെള്ളത്തിൽ വീഴുമ്പോഴേക്കും താന്നു പോകും. അതെന്തുകൊണ്ടാ? എന്തൊരു സ്ഥല, എന്ത് രസമല്ലേന്ന്. അതുപോലെ കടച്ചക്ക ഇവിടെ നേലും കിട്ടിയിട്ട് കൂട്ടാൻ വെച്ചാലോ എന്നെക്കാളും കൂടുതലേക്ക് ചേട്ടനാ. എന്നാലും വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ടേ. കടച്ചക്ക കിട്ടിയില്ലേ? ഞാൻ പോയിണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിക്കാൻ പോയാ കടച്ചക്ക? ടൗണിൽ പോകണം. കിട്ടില്ലായിരിക്കും, ഉണ്ടാവില്ല, കഴിഞ്ഞു തോന്നും. ഉണ്ട്. നമ്മുടെ തക്കാളി ഇതൊന്ന് വേവണം കേട്ടോ. അതാണ് ആദ്യത്തെ ഒരു പണി എന്ന് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ പണ്ട് ഞാവൽ മരം ഒരെണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. അതായത് വനവൽക്കരണം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വനവൽക്കരണം അതായത് വീടുകളിലൊക്കെ മരങ്ങൾ വയ്ക്കുക. അതായത് നമുക്ക് വനം വകുപ്പ് മരങ്ങൾ വൃക്ഷ തൈകൾ തരും. അപ്പോൾ ഞാൻ ഇവിടെ കുറേ മരങ്ങൾ വെച്ചു. 1986, 85 ആ സമയത്തൊക്കെയാണ്, 84, 85. അപ്പോൾ ഇവിടെ ഞാവൽ മരമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഞാവൽ മരം വലിയാണ്ട് വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു. വലുതായി, നല്ല വലിപ്പായി. ഉണ്ടായി തുടങ്ങാറാവണല്ലോ, നല്ല വലിപ്പായി. അത് മുറിച്ചു. എന്താണോ വലിയേട്ടൻ മുറിച്ചത്? അതുപോലെ ഒരു കറുവപ്പട്ടാര മരം ഒന്ന് നടന്നു വലിയേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ, അതും മുറിച്ചു. നമ്മുടെ തക്കാളിയിൽ നോക്കിയാൽ കുറച്ച് സമയം തിളപ്പിച്ചപ്പോൾ അതിൻ്റെ ഈ തൊലിക്കൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മാത്രം അയ്യോ കണ്ടാ ഇങ്ങനെ ഇതിൻ്റെ തൊലി കളയാൻ തുന്തുരി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ 4 ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ടാക്കിയിട്ട് വെക്കുക, തൊലി മാത്രം. ഇതിപ്പോൾ തൊലി ചീന്താൻ പറ്റും. ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞാൽ തൊലി ചീന്താ. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സബോള ഇങ്ങനെ വെട്ടി നുറുക്കിയത് ഇടാം. പിന്നെ ഒരു 5-10 അണ്ടിപ്പരിപ്പ് കേട്ടോ. 10-12 ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് ഇളക്കാം കേട്ടോ. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിലേക്കിടും. വീണ്ടും ഇടും. ഇത് തൊലി ഭയങ്കര ചൂടാ. ഇനി നമുക്ക് നോക്കിയേ ഈ സാധനം തക്കാളികൾ ഇതിലേക്ക് തന്നെ ഇട്ടു. ഇനി ഇത് ഒരു 5 മിനിറ്റ് വരെ മൂടി വയ്ക്കണം. ഇളക്കി തന്നെയാണല്ലോ, 1 മിനിറ്റ്. ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വരെ മൂടി വയ്ക്കണം കേട്ടോ. ഇനി പറഞ്ഞോ ബാക്കിയുള്ള കാര്യം. പിന്നെ എന്നിട്ടൊന്നുമില്ല. അല്ല, എന്നിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്. അല്ല, നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാ, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. 6 കൊല്ലം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പരിസരം ജഗ്ഗു ചെറുതായിരുന്നു, ജഗ്ഗു കുഞ്ഞിതായിരുന്നു. ജഗ്ഗു ഇവിടെ അടുത്ത് നിന്നിട്ട് ഓരോ കമൻറ്റുകൾ പറയണത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ. നമ്മളിപ്പോൾ അത് ഒരു 5 മിനിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് മിക്സിയിൽ അരയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്കത് ഒരു ഡബറിലേക്ക് ഒഴിക്കാം. ചൂടാറുണ്ടേ. ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ടിരണം. നമുക്കേ അത് ചൂടാറാൻ വെച്ചിരിക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഒരു പനീർ ഇട്ടാ. പനീർ അന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് തുടങ്ങില്ല, ചെറുതായിട്ട് നമ്മൾ പനീർ ഇതാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ ചെറിയ പനീറൊക്കെ കിട്ടിയല്ലോ. ഇത്തിരി കൂടി വലിപ്പം വേണം, ഒന്ന് കടിക്കാനുള്ള. വേണ്ട, നിങ്ങൾക്ക് ചെറുതാഷ്ടം? അതെ, ചെറുതായി. നല്ല മഴക്കാരുണ്ട് കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഓടും. വേറെ എത്തിക്കൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. മഴ പെയ്യും.
തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏത് അലർട്ടാ? ഓറഞ്ച്. ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ച്. അയ്യോ ഇതൊന്ന് കടലാസ് പിടിപ്പിച്ച. ഞാൻ നോക്കട്ടെ, അത് ചൂടാറങ്ങി ഞാൻ പോയിട്ട് അരച്ചിട്ട് വരട്ടെ. അത് അരച്ച് തന്നോ? നമ്മൾ ഇത് മൈക്ക് വേണമെങ്കിൽ ഇവിടെ ഊരിക്കാം. ബട്ടർ ഒരു പീസ് നമ്മുടെ ഈ പാത്രത്തിൽ നമ്മൾ ഇടണം കേട്ടോ. ഇത് സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. എന്തിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഞാൻ ഈ ബട്ടർ എന്തെങ്കിലും ബട്ടറിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ ഈ ബട്ടർ ചേർക്കുന്നുണ്ട്. ലാവിഷായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇത് ഇനി ഇതിലിരിക്കുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒന്ന് കളർ മാറി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ. ഒരു ബ്രൗൺ കളർ ഒന്ന് ആക്കാം നമുക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ അതിലൊരു ഭംഗി ഉണ്ടാവും എടുക്കാനായിട്ട്. അല്ലെങ്കിൽ തനി വെള്ളാമ്പിച്ച് കിടക്കും. ചൂടുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്തത് ചൂട്. ഇതിന്റെ വാഷ് ലൂസായി കണ്ട. അത് കാരണം ഇതിങ്ങനെ ചുറ്റും ഇതിൽ കൂടെ എത്ര നമ്മളിങ്ങനെ അമർത്തി പിടിച്ചാലും ഒഴുകും. പ്രത്യേകിച്ച് ചൂടുള്ള സാധനം ആകുമ്പോൾ പറയണ്ട. ഇത് അരഞ്ഞു തോന്നുന്നുണ്ട്. മതിയേ, അത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ ഒഴുകിയില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ കട്ടണ്ടി അലുവി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അത് മാങ്ങയുടെ ഉള്ളിലത്തെ ആ പരിപ്പൊക്കെ എടുത്ത് അരച്ച് ഒക്കെ വെച്ച് ചേട്ടനാണല്ലോ. അപ്പോൾ അത് അരയ്ക്കണ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ അരയ്ക്കുമ്പോൾ പോകുന്നത്, അതിങ്ങനെ മിക്സിമ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകുക. അതിപ്പോൾ എന്തരയ്ക്കുമ്പോഴും അതിങ്ങനെ പോകട്ട. ഇത് ഈ ജാറിൽ ഒരു മിനിറ്റ് ഇതൊന്ന് കാണിക്കില്ലേ. ഇത് ഇത്രയ്ക്ക് ഫ്രൈ ആക്കണല്ലോ ഞാൻ. അതെനിക്ക് തട്ടിച്ചാൽ മതി. ഇത് നമ്മൾ ഇതുണ്ടാക്കണം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പ് വയ്ക്കണം കേട്ടോ. ഇനി പറഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ അടുക്കളയിൽ ഇതിങ്ങനെ മിക്സിമ കൂടെ ഒഴുകി, നമ്മുടെ നാനോ വൈറ്റ് അല്ലട്ടേണ അതിനെ കൂടെ ഒക്കെ ഒഴുകി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉണങ്ങിയത്. അപ്പം ഞാനത് അതിനടുത്ത്, അപ്പം നമ്മളുടെ ഓരോ എന്താ പറയുക, ഈ അടുക്കള തുടയ്ക്കാനുള്ള തുണി ഈ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് ഞാൻ അത് തുടയ്ക്കാൻ വേണ്ടി അതിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ടു, അത് കുതിരണല്ലോ. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ തുണി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കയ്യോടെ ഇതിപ്പോൾ പോയപ്പോൾ ഞാനിപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തുടച്ചുകൂടെ ചേട്ടൻ, ഇതിപ്പോൾ ഉണങ്ങി കടിച്ചു, ഇനി ഇത് കുതിർത്തി ഞാനിത് ചിരണ്ടി കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കതിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ഞാനൊന്നും മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്, എന്താ കൈ പൊള്ളിയാ? അത് നേരത്തെ ആ സാധനം തെറിച്ചതാ. ഓയില് ഇല്ല ഓയില് ഞാൻ എൻ്റെ കൈ മിരിക്ക് ഒഴിക്കാൻ. ചേട്ടൻ പറഞ്ഞ മറുപടി എന്തുട്ടാ ഞാൻ പറഞ്ഞ? ചേട്ടൻ ദേഷ്യം വന്നത് പറഞ്ഞപ്പോൾ അപ്പം എന്നോട് പറയണേ, നീ തുടയ്ക്കണ കാരണം കൊണ്ടല്ലേ ഞാൻ തുടയ്ക്കാഞ്ഞത്, എനിക്കറിയാം നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ആക്കുന്നു, അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നും. അങ്ങനെ ഞാൻ പറഞ്ഞ അത് വെറുതെ തമാശ പറഞ്ഞാണ്. എന്തിട്ടാക്കിയിട്ടാലും നാശാക്കിയിട്ടാലും നീ അത് ക്ലീൻ ആക്കുന്നു എനിക്കറിയാം എപ്പോഴെങ്കിലും, അപ്പം പിന്നെ ഞാൻ എന്തിനാ ചെയ്യേണ്ട ആവശ്യം? ഞാൻ എന്തിട്ട് മറുപടി പറയാം? സത്യം പറയണ്ട, എനിക്കത് ഓർമ്മയില്ല. എന്താട്ടാ നമ്മുടെ പാത്രം ചൂടായി, നമ്മളിലേക്ക് ഒരു 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. നമ്മുടെ ഇതിൽ നോക്കിയാൽ ബാക്കി ഇതിൽ നമ്മൾ ഒന്ന് നെയ്യില്ലേ, അത് വേണമെങ്കിൽ എനിക്ക് ഒഴിക്കാം കേട്ടോ. നെയ്യല്ല ബട്ടറില്ലേ, അത് ഫ്രൈ ചെയ്ത് അത് എനിക്ക് ഒഴിക്കണം. ഇത് വേണമെങ്കിൽ തിന്നോ, അണ്ടിപ്പരിപ്പ്, ബാക്കിയുള്ള അണ്ടിപ്പരിപ്പാ. ഇത് എണ്ണ ചൂടായി. അപ്പോൾ 2-3 കറുവപ്പട്ട, 2 ഏലക്കായ, 2-3 കറിയാമ്പൂ ഇടണം കേട്ടോ. എന്നിട്ട് ഇളക്കണം. ഇനി ഇതിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്. അത് കുഴപ്പമില്ല, അത് ഇരിക്കാവും. ഈ സരിത റെഡി ആയിക്കോട്ടെ. കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം വേണ്ടത്. വെളുത്തുള്ളി മൂക്കട്ടെ. കൈ പിടിച്ച 1 ടീസ്പൂൺ നിറച്ച് എടുത്തോ. തീ കുറയ്ക്കേണ്ടി വരുമോ? ഇല്ലില്ല, പൊടി കരിയോ അല്ലെങ്കിൽ ഇട്ടോ 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക്. ഇത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, തീന്ന് കുറയ്ക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി പേസ്റ്റ് കൊണ്ടുപോകാം. അത് മൂത്തു നമ്മൾ ഈ പേസ്റ്റ് ഒഴിക്കും. ആഹാ, മനോഹരമായ കളർ, നല്ല മണം, നല്ല കളർ വന്നില്ലേ? ഇനി ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ അധികം. ജീരകപ്പൊടി ഇടണം 1/2 ടീസ്പൂൺ. ഇത്തിരി ഇട്, അതിന് മണം വേണമല്ലോ. ഇട്ടോ. ഇനി ഒരു കുറച്ച് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ മതി.
അതിന് കുറവ് അത്രയ്ക്ക് ഗരം മസാലപ്പൊടി. മണം വന്നിറങ്ങിയില്ലേ? പഞ്ചസാര ഒരു അര ടീസ്പൂണിലധികം പഞ്ചസാര എടുക്കുക. ഇനി നമ്മളിടുന്നത് പഞ്ചസാര കേട്ടോ, ഒരു അര ടീസ്പൂൺ പഞ്ചസാര. ഇനി ഉപ്പിടണം. ഇപ്പം നല്ല ഒരു മണം വന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇത് ബ്ലാക്ക് സാൾട്ട് എന്ന് പറയും, നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ. അതാണ് ഇതിലേക്ക് ഉപയോഗിക്കുക കേട്ടോ, ബ്ലാക്ക് സാൾട്ട്. സാധാരണ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ ഉപ്പെല്ലാം ഉപയോഗിക്കുക ഇതിൽ. അത് കേട്ടോ, ഇത് ബ്ലാക്ക് സാൾട്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഒരുവിധം എല്ലാ സാധനങ്ങളായില്ലേ? ഇനി നമ്മളെ ഈ ഉപ്പില്ലാത്ത ബട്ടർ ഇല്ലേ, അൺസാൾട്ടഡ്, അതാണ് ഇടേണ്ടത് കേട്ടോ. മറ്റിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ഭയങ്കര കൂടും, പിന്നെ അതിൽ ചേർക്കുന്ന ഉപ്പ് വേറെ ഇല്ല. അപ്പം നമ്മളതിട്ട് കൈ മുറിക്കയില്ല. ഇനി അത് അലിയട്ടെ. സാധനം സൂപ്പറായി, നല്ല മണം വന്നിറങ്ങിൻ്റെ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഉപ്പ് ചിലപ്പോൾ ഇടേണ്ടി വരും, ഇതിൻ്റെ കണക്കറിയില്ലല്ലോ. നമ്മുടെ ബട്ടർ കൊണ്ട് അലിയട്ടെ കേട്ടോ, അതിലേക്ക് അലിഞ്ഞാൽ ചേരട്ടെ. ബട്ടർ കുറവ് പോലെ. ബട്ടറല്ല ഇതല്ലേ പനീർ. ഞാൻ നിന്നോട് ചോദിച്ചത് എന്തോരം വേണമെന്ന്. ഇതെന്തോരം ഉണ്ടാവും എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, ചേട്ടൻ്റെ ഇഷ്ടത്തിന് എടുത്തതല്ലേ. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞേ. ഇത് എടുത്തിവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചില്ലേ മതിയോന്ന്, അപ്പോൾ ചേട്ടൻ പറഞ്ഞത് മതിയെന്ന്. കുഴപ്പമില്ല. ഇത് അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇടണം കേട്ടോ. അല്ലേ കുറവല്ലേ പനീർ? കുറവ് പോലെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, അത്ര മതി. തീ നമുക്ക് ചുരുക്കാട്ടാ, തീ ചുരുക്കാം. തീ ഓഫാക്കി ചേട്ടാ. തീ ഓഫാക്കാം. ഇനി നമ്മളിടുന്നത് കസൂരി മേത്തി ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും, അത് ഇടണം കേട്ടോ. കസൂരി മേത്തി ഇത് കൂടുതലായാലും കുഴപ്പമില്ല. അതൊന്നും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇത് അതിലല്ലെങ്കിൽ പോയോളൂ. അല്ല ഇങ്ങനെ ഇങ്ങനെ കുക്കിംഗ് ക്രീം എടുത്തോണ്ടോ. കുക്കിംഗ് ക്രീം ഇത് തുറക്ക്. അപ്പം മറ്റേത് എപ്പോഴാണ് ഒഴിക്കുക? ഇത് മല്ലിയില്ലേ? അല്ല ആസ്തി വെതറല്ല. അയ്യോ, ഇത് കുലുക്കണം. ഇങ്ങനെ ക്രീം കിട്ടും. ഇത് അത് അറിയില്ലേ, കുക്കിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ? മിൽക്ക് മെയ്ഡിൻ്റെ ഫ്രഷ് ക്രീം അങ്ങനത്തെ ഇതൊക്കെയാണ് കുക്കിംഗ് ക്രീം എന്ന് പറയും. കുക്കിംഗ് ക്രീം എന്നാണ് പറയുന്നതിനെ. അത് നന്നായി വാങ്ങിച്ചിട്ട് കുലുക്കിയിട്ട് അത് ഒരു 2 ടീസ്പൂൺ നമുക്ക് ഒഴിക്കാം കേട്ടോ. അലങ്കാരപ്പണിക്ക് അത് എനിക്ക് ലയിക്കാനാ. അലങ്കാരപ്പണിക്ക് പിന്നെ ലാസ്റ്റാണ് കേട്ടോ. 2 ടീസ്പൂൺ നമ്മൾ കുക്കിംഗ് ക്രീം ഒഴിച്ചു. ഇനി നമ്മളത് ഇളക്കണം. ഇളക്കി ഇതൊക്കെ ലയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവൻ അവിടെ മറ്റേ ഈ അറ്റ്ലാന്റിസിൽ എവിടെയാണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അറ്റ്ലാന്റിസിലാവില്ലേ? അടിപൊളി സാധനം. അവിടെ അവൻ ജാപ്പനീസ് കിച്ചണിലായിരുന്നു. ഇത് ജപ്പാനല്ലല്ലോ ഫുഡ്. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ മല്ലിയില അരിഞ്ഞത് ഇടണം കേട്ടോ. മല്ലിയില ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ഒരു ടേസ്റ്റാണ് അതിന്. ഇനി വേണമെങ്കിൽ കുക്കിംഗ് ക്രീം നമുക്ക് മോളിയോടെ ഇങ്ങനെ വെറുതെ ഒന്ന് ആക്കാം. ഇങ്ങനെ ആക്കിയിട്ടെ ഞാൻ കുക്കിംഗ് ക്രീം നമുക്ക് ഹോട്ടലിലൊക്കെ ഒരു റൗണ്ടിൽ ഇങ്ങനെ വന്നാൽ മതി. അത്ര മതി, കഴിഞ്ഞ പരിപാടി. ഉപ്പ് ഞാൻ നോക്കിയില്ലല്ലോ ശരിക്കും. അല്ല ഉപ്പുണ്ട്, കുഴപ്പമില്ല. സൈഡ് ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ ആക്കി വെച്ചില്ലേ? അപ്പോൾ കാണുന്നല്ല ഇതതിൻ്റെ ഉപ്പ് നോക്കിയോ, ഇതിലൊന്നും അറിയാം. മതി ഉപ്പ്. ഒരു പൊട്ട് പൊടി ചേർക്കണം. സാധനം ഇത് അടിപൊളിയുണ്ട്. ഒരു പൊട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ അത് എടുക്കുമ്പോൾ ചേർക്കാലാണ്ട്. ഇനിയിപ്പോൾ അത് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ അതൊക്കെ പോയില്ലേ സാധനം എവിടെയോ മറ്റേ കായ്ക്കപ്പടി തോന്നി. അപ്പോൾ നമ്മുടെ മനോഹരമായ പനീർ ബട്ടർ മസാല റെഡി ആയിരിക്കുന്നു. ഇത് മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്കേ ബട്ടൂറ ഉണ്ടാക്കാം. അത് മൂടിക്കോ? അതെ മൂടിയതിൻ്റെ ഇത് മൂടിൻ്റെ അല്ലേ. മൂടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ബട്ടൂറ ഉണ്ടാക്കാം. ഇനി നമ്മുടെ ബട്ടൂറ റെഡിമെയ്ഡ് ബട്ടൂറ വറുത്ത് കോരാനായിട്ട് നമ്മൾ പാത്രം അടുത്ത് തയ്ക്കുന്നു കേട്ടോ. നമ്മുടെ പാത്രം ചൂടായി. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഈ സാധനം വറക്കണത്. ഹെൽത്തി സാധനം ഒന്നല്ല കേട്ടോ. നമ്മൾ വെറുതെ ഒരു പൂതിക്ക് കിട്ടിയപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കാറൊന്നുമില്ല. ഇങ്ങനെ സൗജന്യമായി കിട്ടിയപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ വേണ്ടേ, അല്ലാണ്ട് എന്തൊട്ട് ജീവിതം. നമ്മുടെ ഇത് ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന് അറിയില്ല. മഴക്കാരുണ്ട്. ഇത് ഇങ്ങനത്തെ പീസുകളുണ്ട് കണ്ട. അപ്പോൾ നമ്മൾ മഴക്കാരുള്ള കാരണം ഇപ്പോൾ ചൂടായില്ല ഉണ്ടാക്കാൻ പോയിട്ട് ഇടണ് ഞാൻ എന്തായാലും എന്തെങ്കിലും വേറെന്നോടത്ത് വെച്ച് കാണാം. ഇതിങ്ങനെ പൊള്ളക്കും കണ്ട. പൊള്ളച്ച ഉടനെ മറിച്ചിടുക. കോരിക്കോ കോരിയെടുത്തോ, നീ കോരിയെടുത്തോ, ഞാൻ ഇടാം. അല്ലെങ്കിൽ അതേ വടി പോലെയാവും. മാറ്റി അരിക്കിട്ടോ, അടുത്തെടുക്ക്. ഇത് നമുക്ക് വറക്ക എളുപ്പത്തിന് വേണ്ടിയിട്ടേ അവൻ 4 പീസാക്കി തന്നു ഞങ്ങൾക്കുള്ളത്. ശരിക്കും അവിടെ വാങ്ങിക്കുമ്പോൾ നടു മുറിച്ചിട്ടുണ്ടാവുള്ളൂ, നടുവാക്കിയിട്ടുണ്ടാവുള്ളൂ.
അങ്ങനെയല്ല നമുക്ക് ആയിട്ടില്ല ഹോട്ടലിൽ ഒരു സ്വല്പം നേരം ഉണ്ടായിരുന്നു നീ അങ്ങനെ ഇട്ടതാ ചേട്ടനെ മുന്നേ ഉണ്ടാക്കിയതേ. മൊരിഞ്ഞിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായി എന്ന് മാത്രമല്ല അത് വടി പോലെ ടേസ്റ്റേ ഇല്ലേ. അതിങ്ങനെ തളർന്ന് കിടക്കണ്ടേ, സോഫ്റ്റ് ആയിട്ടിരിക്കണ്ടേ ബട്ടൂരയാകുമ്പോൾ അല്ല ടേസ്റ്റ്. ചെറിയൊരു കളറെങ്കിലും ഏയ് വേണ്ട ഇത്തിരി വടി പോലെ ആവുന്നുണ്ട്. ഞാൻ മറിച്ചിട്ട് ചൂട് കുറവാണോ? ചൂട് മാക്സിമം ആക്കിണ്ട്. ഒറ്റ പോള വരുന്നില്ല അല്ലേ? അത് ഒറ്റ പോള വരില്ലോ. ഉച്ച സമയം കേട്ടാ, ഉച്ച സമയത്തെ ഫുഡ് അടിപൊളി. വൈകുന്നേരം സാധാരണ വൈകുന്നേര സമയങ്ങളിലാണ് ഇതൊക്കെ ചെയ്യാല്ലേ. ഓയിൽ ഒഴിക്കുക അപ്പം പൊളയ്ക്കും കണ്ട. അങ്ങനെ ചെയ്യാ. മറിച്ചിട് പൊളക്കറ വലുതിലുണ്ടാക്കിയല്ലേ. കരിച്ചെടുക്കല്ല മറ്റേ ഭൂരിയെ പോലെ വിചാരിച്ചിട്ട് കുറച്ചധികം സമയമാക്കി അപ്പം അത് കളറായി നല്ല ബ്രൗണായി. ബട്ടൂര സാധാരണ വെളുത്തിട്ടല്ലേ ഇരിക്കുക. പൊളയ്ക്കണ്ടെന്നൊക്കെയാ നമുക്കെന്ന് വെച്ചാൽ പൊളയ്ക്കാൻ കുറേ ടൈം എടുക്കുമ്പോൾ അത് അപ്പുറത്തേക്ക് കണ്ട മുരിയും. നമ്മുടെ ലാസ്റ്റത്തെയാണ് കേട്ടോ. ഒരു വൈറ്റ് കളറാണ് ഏകദേശം. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. തരുതേ പക്ഷെ ഇത് ഇത്ര സമയം വേവുണ്ടത് ഇത്രക്കല്ലേ ഉള്ളൂ. കഴിഞ്ഞിട്ട് പരിപാടി തീ ഓഫ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മനോഹരമായ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി നമ്മൾ ബട്ടൂര നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചത് നമ്മൾ ഉണ്ടാക്കിയതല്ല. അല്ലേ, ഈ സാധനം നമ്മൾ തുറന്നു കേട്ടോ. ഇതിൻ്റെ ഇളക്കാൻ പോകണം, ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പ് ശരിക്കാണ് നോക്കിയില്ല. ഉപ്പ് കുഴപ്പമില്ല. ഈ ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചേർത്തിട്ട് നമുക്ക് കഴിച്ചു വേണം. സരി നോക്കിക്കുക. തോന്നണേ ഒരു പൊട്ട് ഉപ്പ് ചേർക്കാം. ചേർക്ക് അതിൻ്റെ ഉള്ളിൽ ഇട് ചേട്ടാ. അതിൻ്റെ ഉള്ളിൽ ടീസ്പൂൺ ഇട്. എന്നിട്ട് സ്പൂണോട് കോരിടുക്ക്. അതന്നെ അങ്ങനെ തന്നെ. ഈ ഉപ്പേ നമുക്ക് അറിയില്ലല്ലോ. അയ്യോ ഇത്ര ഇടണ്ട. വലിയ കട്ടൻ അങ്ങോട്ട് അരിക്കേണ്ടിടാം. കട്ടയായി തുടങ്ങിയപ്പോഴേക്കും അത്ര മതി. വെള്ള കളറുള്ള ബട്ടൂറ അല്ലേ? അങ്ങനെ ഞാൻ കഴിയുന്നത് ഞാൻ പനീർ ബട്ടർ മസാല ഇട്ടിട്ട് കഴിച്ചു നോക്ക്. ഹോട്ടലിൽ പോലും കിട്ടില്ല അത്ര സൂപ്പർ സാധനം. ആ സാധനം ഒഴിക്കരി, നിങ്ങൾ കഴിക്കി. ഇതെങ്ങനെയുണ്ട് നോക്ക്. അതിന് മീതൊഴുക്കി, അതിന്റെ മീതൊഴുക്കി. നിനക്ക് എവിടെ ഒഴിക്കണ്ടേ? തേങ്ങ അതിൻ്റെ രസമുണ്ട്. ജഗുവിന് ഇഷ്ടപ്പെട്ടു, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൂപ്പറാ. ഇപ്പം ഉപ്പ് കറക്റ്റ് ആയിട്ടാവില്ല. കറുവപ്പട്ടയുടെ മണത്തിന് കൂടുതലാണ്. കറുവപ്പട്ട അപ്പോൾ ഒരു പൊട്ട് കുറച്ചാൽ മതി. നമ്മളൊരു ചെറിയ 3 കഷ്ണം ഇട്ടത് അതിന് പകരം ഒരു ചെറിയ കഷ്ണം ഇട്ടാണ്. നമ്മൾ മസാല വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കറുവപ്പട്ടയല്ല ഇത്. ഞാൻ തന്നത് ചേട്ടന് മറ്റേ ഗാന്ധിഗ്രാമല്ലേ അവർ അയച്ചു തന്നിട്ടുള്ളതാ. നല്ല മണം അതിൻ്റെ. പനീർ കഴിച്ച് വയ്ക്കാൻ അതിൻ്റെ ഒരു മുറുക്കം വന്നിട്ടുണ്ട് പനീറിന് വറുത്തകാരനെ. അടിപൊളി സാധനം. അതെ, ബട്ടൂർ ആരോഗ്യത്തിന് നല്ലതൊന്നല്ല. നല്ലത് എപ്പോഴും കഴിക്കില്ലല്ലോ. പനീർ നല്ല ടേസ്റ്റ് അല്ലേ? പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പോഴും രസം കൂടുതൽ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ? എല്ലാം കൊണ്ടും മികച്ചത്. നമുക്ക് തടാം. ജഗുവിന് ഇഷ്ടപ്പെട്ടു, നന്നായി. മോശമായി എന്ന് പറഞ്ഞില്ല. ഇതെന്താ